നമ്മളിൽ പല ആൾക്കാരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ചീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഫാക്ട് എന്ന് പറഞ്ഞിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ തിരുത്തേണ്ടതുണ്ട്. പല റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിഡലിറ്റി ഇഷ്യൂ സംഭവിച്ച, അതായത് ഈ ചീറ്റിംഗ് ഇഷ്യൂ സംഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പുകളും ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പോവാറുണ്ട്. ഒരു വ്യക്തി ചീറ്റ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു പക്ഷേ അയാളുടെ വൾണറബിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ആവാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഡിസാറ്റിസ്ഫാക്ഷൻസ് ആവാം, അയാളുടെ സാഹചര്യങ്ങളാവാം. ഈ പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നോക്കാനും സാധിക്കുന്നതാണ്. ഈ പോസ്റ്റുകളിലൊക്കെ പറയുന്നത് പോലെ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പാറ്റേൺസ് കാണിക്കാറുണ്ട്. അത് മോസ്റ്റ്ലി ചില പ്രത്യേക പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവരിലാണ് ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതായത് ഒരു ഹയർ ലെവൽ ഓഫ് നാർസിസിസം അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഒക്കെ ഉള്ളവരിൽ ഇത് അധികമായിട്ടും കാണാറുണ്ട്. നമ്മൾ ഓരോ വ്യക്തികളും ഓരോ പോലെയാണല്ലേ, അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ട്. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ നമ്മൾ എല്ലാ ആൾക്കാരും ഒരേപോലെ പെരുമാറണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാനും സാധിക്കില്ല. പീപ്പിൾ ക്യാൻ ചേഞ്ച്, ലേൺ ഫ്രം ദർ മിസ്റ്റേക്സ് ആൻഡ് ഡെവലപ്പ് ഹെൽത്തിയർ റിലേഷൻഷിപ്പ് പാറ്റേൺസ്. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത വ്യക്തിയുടെ കൂടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ.